ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില എളുപ്പ വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 0.5 into 0.07. 0.5 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം, 0.07 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടക്കം. ആ അക്കങ്ങളുടെ എണ്ണം ഒന്ന് പ്ലസ് ചെയ്തേ. 1 + 2 3. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കം വരണം. ഇനി സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 5 35. ഇതിൽ പ്രോഡക്റ്റിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കം വരണം. ഇവിടെ 2 അക്കേ ഉള്ളൂ. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 0.035 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 0.6 into 0.003. ഇവിടെ 0.6 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം, 0.003 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കം, ആകെ 4. അപ്പോൾ പ്രോഡക്റ്റിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 4 അക്കം വരണം. 6 × 3 എത്രയാണ്? 18 ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 4 അക്കം വരണം. ഇവിടെ 2 അക്കം അല്ല ഉള്ളൂ. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.0018 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 0.5 into 12. ഇവിടെ 0.5 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം, 12 ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ ആകെ 1. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം മതി അല്ലേ? അപ്പോൾ 12 × 5 എത്രയാണ്? 60 ആണ്. ഇനി ഡെസിമൽ പോയിന്റ് എവിടെ ഇടും? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം മതി. അപ്പോൾ ഡെസിമൽ പോയിന്റ് എവിടെ വരും? 6.0 എന്ന് വരും. 6.0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2.5 into 0.3. 2.5 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം, 0.3 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം, ആകെ 2. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 അക്കം വരണം. 25 × 3 എന്ന് പറയുന്നത് 75 ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര അക്കം വരണം? 2 അക്കം. അവിടെ 7 ഉം 5 ഉണ്ട്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 0.75. ഓക്കെ. ഡെസിമൽ നമ്പേഴ്സിനെ 10, 100, 1000 എന്നിവ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം റൈറ്റിലോട്ട് പോകും. എക്സാമ്പിൾ നോക്കിക്കേ, 0.51 × 10. അപ്പോൾ ഇവിടുത്തെ ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം റൈറ്റിലോട്ട് പോകും. അപ്പോൾ ഡെസിമൽ പോയിന്റ് എവിടെ നിൽക്കും? 5 കഴിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 5.1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 22.6 into 100. ഇവിടെ ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനം റൈറ്റിലോട്ട് പോകും? 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ ഈ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലോട്ട് പോകാൻ ഇവിടെ ആകെ ഒരക്കല്ല ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം കൂടെ വേണ്ടേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 2260 എന്ന് കിട്ടും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 2.5569 into 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 3 സ്ഥാനം റൈറ്റിലോട്ട് വരണം. അപ്പോൾ ഡെസിമൽ പോയിന്റ് എവിടെ വരും? ഈ 6ന്റെയും 9ന്റെയും ഇടയ്ക്ക് വരും ഇല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2556.9. അടുത്ത ക്വസ്റ്റ്യൻ 0.48 into 10. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം റൈറ്റിലോട്ട് വരണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 4.8. അടുത്ത ക്വസ്റ്റ്യൻ 2.48 into 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡെസിമൽ പോയിന്റ് 3 സ്ഥാനം റൈറ്റിലോട്ട് വരണം ഇല്ലേ? ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 അക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2480 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം റൈറ്റിലോട്ട് പോകും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം റൈറ്റിലോട്ട് പോകും. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 സ്ഥാനം റൈറ്റിലേക്ക് പോകും. 10,000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ 4 സ്ഥാനം റൈറ്റിലേക്ക് പോകും. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കണക്കുകൾ ചെയ്യാൻ കഴിയും. ഓക്കെ.